അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൂപ്പ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ എങ്ങനെയാണ് സർക്കുലർ കോളം ഡിസൈൻ ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈനിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പേജ് നമ്പർ 71 ക്ലോസ് 39.4 ഇതൊന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കംപ്രഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ദ സ്ട്രെങ്ത് ഓഫ് ദി കംപ്രഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് സാറ്റിസ്ഫൈയിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് 39.4.1 shall be taken as 1.05 times the strength of the similar member with lateral ties. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോളത്തിന് 1.05 ടൈംസ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള ലോഡിൻ്റെ വാല്യൂ 1.05 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. IS കോഡിൽ 456 ക്ലോസ് 39.4 അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ പറയുന്നുണ്ട് സ്ട്രെങ്ത് ഓഫ് ദി കംപ്രഷൻ മെമ്പർ വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് will be 1.4 times of the strength of the similar member എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതായത് PU അല്ലെങ്കിൽ MU ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഒരു 1.05 എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോർമൽ മറ്റേ പ്രോബ്ലത്തിൽ ചെയ്യുന്ന പോലെ തന്നെ പ്രോബ്ലത്തിലൂടെ എടുക്കാം. സ്റ്റെപ്പ് 1 എന്താണ്, D' കണ്ടുപിടിക്കുക, D' ബൈ D കണ്ടുപിടിക്കുക. അപ്പോൾ D' ഒക്കെ നമുക്ക് സെയിം തന്നെ എടുക്കാം, D' ബൈ D. അപ്പോൾ D' ഈക്വൽ ടു 40 പ്ലസ് സെയിം വാല്യൂസ് തന്നെ 40 പ്ലസ് 25/2 52.5 52.5/500 1.105 ഈക്വൽ ടു 0.15 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.15. അങ്ങനെ നമ്മൾ പിയുടെ വാല്യൂ PU/FCK D സ്ക്വയറിൻ്റെ വാല്യൂ എടുക്കണം. അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിവൈഡഡ് ബൈ 1.05 ചെയ്യാം ഇൻറ്റു D സ്ക്വയർ 500 ഇൻറ്റു FCK 20 നമുക്ക് കിട്ടുക 0.152 എന്ന് കിട്ടും. പിന്നെ MU/FCK D ക്യൂബ് that is equal to 162.5 into 10⁻6 divided by ഇവിടെയും എത്രയാണ് 1.05 ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 20 into 500 ക്യൂബ് is equal to 0.0619 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ചാർട്ട് എടുക്കാം. ചാർട്ട് നമുക്ക് സെയിം ചാർട്ട് തന്നെയാണ് കിട്ടുക. കാരണം നമുക്ക് കിട്ടിയ D' വാല്യൂ ഒക്കെ സെയിം ആണ്, D' ബൈ Dൻ്റെ വാല്യൂ ഒക്കെ സെയിം ആണ്, സെയിം ചാർട്ടാണ്. പക്ഷെ വാല്യൂവിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് കിട്ടുന്നത് 0.152 ആൻഡ് 0.0619. നമുക്ക് ഈ ഒരു ചാർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അതായത് 0.04 ഇൻക്ലൂഡ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ P/FCK ഈസ് ഈക്വൽ ടു 0.04. P ഈസ് ഈക്വൽ ടു 0.04 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 0.8%. 0.8% എന്ന് കിട്ടും. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി. ഇനി AST റിക്വയർഡ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 5/4 D സ്ക്വയർ, ക്യാപിറ്റൽ D സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. P എത്രയാണ് അവിടെ 0.8 ഇൻറ്റു
pi by 4 into 500 square divided by 100. 1570.79 mm square എന്ന് കിട്ടും. ആഫ്റ്റർ ദാറ്റ് എന്താണ് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. 1570.79 divided by pi by 4 into 25 square. അത് കിട്ടുക 3.2 നമ്പേഴ്സ് ആണ്. പക്ഷെ എന്താണ് മിനിമം നമ്മൾ 6 നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 6 നമ്പേഴ്സ് ഓഫ് 25 mm ഡയാ ബാർസ് എന്ന് തന്നെ കൊടുക്കും. ഇപ്പം എന്താണ് നമുക്ക് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ട ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണെന്നത് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിലോട്ട് വരാം. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അതിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുമ്പോൾ അതിനൊരു ക്ലോസ് ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മൾ റെഫർ ചെയ്ത ആ ക്ലോസിന് താഴെയായിട്ട് വരുന്നുണ്ട്. അതായത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇതിൽ 2 ക്ലോസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡയമീറ്ററിൻ്റെ ക്ലോസ് നോക്കാം. D2ൽ ദ ഡയമീറ്റർ ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ ബി ഇൻ അക്കോർഡൻസ് വിത്ത് 25.5.3.2c. അതായത് ഡയമീറ്ററിൻ്റെ കേസിൽ ഈ ഒരു ക്ലോസിൽ പറഞ്ഞ സെയിം പ്രൊവിഷൻസ് തന്നെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അത് എന്തായിരുന്നു മാക്സിമം ഓഫ് 1/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി മെയിൻ ബാർ അത് 6.25 പിന്നെ 6 mm. അതിൽ നമുക്ക് കിട്ടാം മാക്സിമം വാല്യൂ എടുക്കുക. അതായത് ഇവിടെ ആകുമ്പോൾ 8. അപ്പോൾ 8 mm ഡയാ ബാർസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഡയമീറ്റർ കിട്ടി. ഇനിയാണ് എന്താണ് നമുക്ക് ഒരു ഡിഫറൻസ് വരുന്നത്. അതായത് ഇതിൽ പറയുന്നുണ്ട് എന്ത് ആസ് പെർ നമുക്ക് മുന്നേ എടുത്ത ക്ലോസ് ഉണ്ടല്ലോ, ആ ക്ലോസ് ഒന്നും കൂടെ എടുക്കാം. ഇതിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ദ റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദ വോളിയം ഓഫ് ദി കോർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.36 Ag/AC - 1 FCK/Fy. ഇങ്ങനെ ഒരു ക്ലോസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ അത് റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദി വോളിയം ഓഫ് കോറിനെക്കാളും കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്ലോസ് 39.4.1 പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താ പറഞ്ഞത് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് VH എന്ന് പ്രൊവൈഡ് ചെയ്യാം, അസ്യൂം ചെയ്യാം. പിന്നെ VC ഷാൾ നോട്ട് ബി ലെസ് ദാൻ, അതായത് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.36 Ag/AC -1 FCK/Fy. ഇതൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് AGയുടെ വാല്യൂ കണ്ടുപിടിക്കാം. AG എന്താണ് ജസ്റ്റ് ഏരിയ ഓഫ് ദി കോളാണ്, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോളം 500 square. It is equal to 196.34 into 10⁻³ mm square. പിന്നെ ഡയാമീറ്റർ ഓഫ് ദി കോർ എന്ന് പറയുന്നുണ്ട്, അതായത് AC. ഇതിൽ എന്തൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത് പറയാം. അതായത് AG എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഏരിയ ഓഫ് ദി സെക്ഷൻ ആണ്. AC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി കോർ ഓഫ് ദി ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം മെഷേർഡ് ടു ദി ഔട്ട്സൈഡ് ഡയാമീറ്റർ ഓഫ് ദി ഹെലിക്സ്. ഓക്കെ, പിന്നെ FCK/Fy. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോളത്തിൻ്റെ ഡയമീറ്ററാണ്. ഇതിൽ നമ്മൾ എന്താണ് 25 mm ഡയാബാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പുറമെ വി ഹാവ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ കോറിൻ്റെ ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 മൈനസ് ദി കവർ പ്ലസ് എന്താണ് ഡയമീറ്റർ ഓഫ് ദി ടൈ അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം 500 മൈനസ്, ഇപ്പോൾ രണ്ട് ഭാഗത്ത് കവർ വരുന്നുണ്ട്, അതുകൊണ്ട് 2 ഇൻറ്റു 40 പ്ലസ് രണ്ട് ഭാഗത്തും, അതായത് ഈ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എൻഡ്ലോട്ടാണ് വരേണ്ടത്, അതായത് പ്ലസ് 2 ഇൻറ്റു 8. ഇതാണ് ഇത് കോർ ഡി ഡാഷ് എന്ന് പ്രൊവൈഡ് ചെയ്യാം. ഏരിയ ഓഫ് കോർ, ഈ ഒരു ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോറി ഇത് ഡയ ഓഫ് കോർ ആണ്, ഡയ ഓഫ് കോർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 436 mm എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് കോർ AC ഈക്വൽ ടു π/4 ഇൻറ്റു 436². അത് 301 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അപ്പോൾ AG/AC ഈക്വൽ ടു എന്താണ് 196.34 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 149.301 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു എന്താണ് 1.36 എന്ന് കിട്ടും. അപ്പോൾ VN/VC എങ്ങനെയാണ് പറഞ്ഞത്? 0.3 AG/AC മൈനസ് 1 FCK/FI. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടുക 5.47 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, വി ആർ പ്രൊവൈഡിങ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലേ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് S ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, assuming spiral at SMM ഡിസ്റ്റൻസിലാണ് സ്പൈറൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ നേരത്തെ VH/VC പറഞ്ഞില്ല, അത് വോളിയം ഓഫ് കോർ. വോളിയം ഓഫ് ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു എന്താണ് ഈ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ S എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് അടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ഈ ഒരു പോയിന്റ് വരേക്കുമുള്ള ഏരിയ മീൻസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയമാണ് എടുക്കേണ്ടത്. അതിപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു സർക്കിൾ ആയിട്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു ഹൂപ്പ് പോലെ ആയിരിക്കും എന്താണ് ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പ് വ്യൂ എന്ന് എടുക്കുമ്പോൾ. അതായത് ഓൾമോസ്റ്റ് റൗണ്ട് തന്നെയാണ് അതിൻ്റെ ഷേപ്പ്. എന്താണ് ലെങ്ത് വൈസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക ലോഞ്ചിറ്റ്യൂണൽ വൈസ് നോക്കുമ്പോഴാണ് അത് ഹെലിക്കൽ ആവുക. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ അതെന്തായിരിക്കും ഒരു സർക്കിൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയം എന്താണ്, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് വരും. ലെങ്ത്ത് എന്താണ് 2πr അല്ലെങ്കിൽ πd ഇൻറ്റു വോളിയം
വോളിയം എന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വരും. അതായത് എത്രയാ AH എന്ന് എടുക്കാം, ഏരിയ ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ കോർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത കോർ ഏരിയ അല്ലേ, ആ കോർ ഏരിയ ഇൻറ്റു ഈ ഒരു സ്പൈറലിൻ്റെ എന്താണ് പിച്ച്. അപ്പം എത്രയാണ് AC ഇൻറ്റു S. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് AH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AH എത്രയാണ് 5/4 ഇൻറ്റു 8 ആണ്, 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 50/26 mm സ്ക്വയർ. പിന്നെ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാത്ത DH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് വരിക. നമുക്ക് കിട്ടിയിട്ടുള്ള കോർ ഡയ അതായത് ഈ ഒരു എന്താണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുക D എടുക്കുക. അപ്പോൾ വീൽ ഹാവ് എന്താണ് 436 മൈനസ് ദി രണ്ട് എൻഡിലെയും ഡയ, അതായത് -4/2 അതായത് 8/2 മൈനസ് 8/2 -8 ആയി 428 അതാണ് എന്ത് DHൻ്റെ വാല്യൂ വരിക. നമുക്കെന്താണ് ഈ രണ്ട് വാല്യൂസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കെന്താണ് VN/VC കണ്ടുപിടിക്കുക. VH/VC is equal to pi into D is equal to അല്ലെങ്കിൽ DH is equal to 428 into area of helical reinforcement കിട്ടി 50.26 divided by AC എത്ര നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു 149.301 into 10⁻³ into S. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് എന്താണ് VH/VC കിട്ടി. ഇതിൽ നമുക്കൊരു അൺനോൺ ഉണ്ട്. പിന്നെ നമ്മൾ എന്താണ് നേരത്തെ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എസ് നമുക്ക് കിട്ടുക 82.75 mm എന്നാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് പിച്ചാണ്. അക്കോർഡിംഗ് ടു നമുക്കറിയുന്ന ഒരു ക്ലോസ് ഉണ്ട്, അതായത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിച്ചിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ക്ലോസസ് ആണ് വരുന്നത്. പിച്ച് ഫോർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. Helical reinforcement shall be of regular formation with the turns of helix spaced evenly, and its ends shall be anchored properly by providing 1.5 extra turns of spiral bar. Okay, where an increased load on the column on the strength of helical reinforcement is allowed for, the pitch of helical turns shall not be more than 75 mm. അപ്പോൾ ഇതൊക്കെയാണ് വാല്യൂസ്. പിച്ച് should be minimum of first shall not be more than 75 mm. പിന്നെ nor more than 1/6 of the core diameter of the column. അപ്പോൾ 1/6 of the core diameter 436 അത് 72.67 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് നെക്സ്റ്റ് പറയുന്നത് not less than 3 times the diameter of the steel bar. 3 times diameter of the steel bar. 3 times diameter എന്ന് പറയുമ്പോൾ 3 into 8 അത് 24 mm. സോറി, ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മോർ ദാൻ 75 നോർ മോർ ദാൻ 1/6 ഓഫ് ദി കോർ.
ഇനി പറയുന്നത് ഇതിൽ കൂടുതലാവണം എന്നാണ്. അതായത് നെക്സ്റ്റ് മാക്സിമം ഷുഡ് ബി, അതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറയാൻ പാടില്ല. അതായത് 25 പറയുന്നുണ്ട്, പിന്നെ 3 times ദി ഡയമീറ്റർ ഓഫ് ദി, അതായത് രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുത്തതാണ്. അതായത് മുകളിലത്തെ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റിൽ 75ഉം പിന്നെ 1/6 ഓഫ് ദി കോ ഡയമീറ്ററും, ലീസ്റ്റ് സൈഡിൽ 25ഉം 3 times ദി ഡയമീറ്റർ ഓഫ് ദി സ്റ്റീൽ ബാറും. 3 times ദി ഡയമീറ്റർ ഓഫ് ദി സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ 3 × 8 ഈസ് ഈക്വൽ ടു 24ഉം 25ഉം അല്ല 20 ഈ രണ്ട് വാല്യൂസ്. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ടുള്ള ഒരു വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് 75 mm എടുക്കാം, 70 mm എടുക്കുക. പ്രൊവൈഡ് 8 mm ഡയാ ബാർസ് അറ്റ് 75 mm CC. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ we have 6 longitudinal reinforcement, 6 numbers of 25 mm dia bars. ഇതിൻ്റെ പിച്ച് എന്ന് പറഞ്ഞിട്ട് എത്ര 50 ആണ്, 70 ആണ് പ്രൊവൈഡ് ചെയ്തത്, 70 mm. അപ്പോൾ ഹെലിക്കൽ ബാർസ് ഓഫ് 8 mm ഡയാ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്.